ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ ഓഫീസിൽ സുധീഷ് വന്നതിന് ബഹളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അതോടൊപ്പം വണ്ടി വാങ്ങിച്ചു കൊടുത്തപ്പോൾ സുധീഷിനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരാൻ അയക്കാതെ നികേഷിനോട് വണ്ടി പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടല്ലോ. അതും കൂടി അങ്ങ് ആലോചിക്കണേ. എന്നിട്ട് പറയും, നിനക്ക് ഞാൻ ആരാണെന്ന് ഇപ്പം കാണിച്ചു തരാടി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വാതിലൊക്കെ തുറന്നിട്ട് അവിടേക്ക് പോകുന്നത്. അന്നേരം ഇങ്ങനെ നിധിയെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സുധീഷേ, നിധി നിന്റെ ഭാര്യയാണ്, ഭർത്താവിന്റെ അധികാരം എന്തെന്ന് നിധിക്ക് ഇന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ അടുത്തേക്ക് പോവേ. പിന്നെയും മനസ്സ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാ മടിച്ചു നിൽക്കുന്നത്? തോമസ് ഏട്ടൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? നമ്മളെ മടിച്ചു നിന്നാൽ പിന്നീട് നമുക്കൊന്നിനും കഴിയാതാവും. ഭർത്താവിന്റെ അധികാരം എന്തെന്ന് അവൾക്കിന്ന് കാണിച്ചു കൊടുക്കണം. നിധിയെ നിനക്ക് ഇഷ്ടല്ലേ? നിന്റെ ഭാര്യയല്ലേ സുധീഷേ? പിന്നെ എന്തിനാ മടിച്ചു നിൽക്കുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം നമ്മുടെ സുധീഷ് അങ്ങ് കയറി കിടക്കൂട്ടോ. അപ്പോൾ നിധിയാണെങ്കിൽ ഉറക്കത്തിലായിരിക്കും. നിധി തിരിഞ്ഞെടുക്കുമ്പോൾ ആ ഒരു വെള്ളടിച്ച സ്മെല്ല് നിധിക്ക് അനുഭവപ്പെടുകയാണ് കേട്ടോ. അന്നേരം കണ്ണ് തുറക്കുമ്പോഴേക്കും സുധീഷിനെ കണ്ട് ഞെട്ടാണ് കേട്ടോ. സുധീഷാണെങ്കിൽ ഹായ് എന്ന് പറയാണ്. സുധീഷേ, എന്താ ഇത്? കട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നും പറഞ്ഞ ഒരു ഷോളൊക്കെ വലിച്ചിട്ട് നിധി ആദ്യം കട്ടിൽ നിന്ന് ഇറങ്ങി സ്വിച്ച് ഇടുന്നുണ്ട്. നിധി, എന്തിനാ എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ വേണ്ടിട്ട് പറയുന്നേ? ഞാൻ നിന്റെ ഭർത്താവല്ലേ നിധി, അന്യനൊന്നും അല്ലല്ലോ, നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, സുധീഷേ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോ സുധീഷ് പറയും, എന്തിനാടി എന്നെ ഇങ്ങനെ ആട്ടി ഓടിക്കാൻ നീ എപ്പോഴും നോക്കുന്നത്? തെരുവിലുള്ളവരോട് പോലും നീ മാന്യമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര പോലും എന്നോട് നീ എന്താ സംസാരിക്കാത്തെ? ഞാൻ നിന്റെ ഭർത്താവല്ലേ, ഞാൻ കെട്ടിയ താലിയല്ലേ നിന്റെ കഴുത്തല്ലേ എന്ന് ചോദിക്കും. അന്നേരം നമ്മുടെ നിധി പറയുന്നുണ്ട്, സുധീഷേ, നിന്നോട് ഇവിടുന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞേ. അന്നേരം നമ്മുടെ സുധീഷ് പറയും, ഞാൻ ഇറങ്ങിപ്പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ നിന്റെ ഭർത്താവ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കേണ്ടത്, ഞാൻ ഈ കട്ടിലാ കിടക്കേണ്ടത്. ഞാൻ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നാ എന്റെ ചോദ്യം എന്ന് പറയും. സുധീഷ് ആണെങ്കിൽ നിധിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്ടോ. അന്നേരം നിധി ആണെങ്കിൽ കരഞ്ഞിട്ട് പാടില്ല, സുധീഷേ ഒന്ന് ഇറങ്ങിപ്പോ എന്നിങ്ങനെ പറയുമ്പോൾ, നിധി നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ പ്രേതമോ പിശാചോ ഒന്നുമല്ലല്ലോ, നിന്റെ ഭർത്താവല്ലേ. എന്തിനാടി ഞാൻ 2 അടി മുന്നോട്ട് വെക്കുമ്പോൾ 4 അടി നീ പിറകോട്ട് വെക്കുന്നേ? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ സുധീഷേ? പുറത്തേക്ക് പോകാനല്ലേ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ഈ റൂമിൽ തന്നെ ഇരിക്കത്തുള്ളൂന്ന്, നിന്റെ കൂടെ ഈ കട്ടിലേ കിടക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ, ആഹാ അത് ശരി, നിങ്ങൾ പോയില്ലെങ്കിൽ ഞാൻ പോയേക്കാന്ന് പറഞ്ഞ നിധി അങ്ങ് പോകുന്ന സമയത്ത് ആടി എന്നും പറഞ്ഞ് ആ വാതിലങ്ങ് കുറ്റിയിടാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് ആണെങ്കിൽ പോയി കുറ്റിയിടും കേട്ടോ. അപ്പൊ നിധി പറയും, ഒന്ന് മാറിക്കേ സുധീഷേ, മാറാൻ എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ എന്ന് ചോദിക്കും. അപ്പോഴേക്ക് നിധി, സുഭാഷേട്ടാ സുഭാഷേട്ടാ എന്ന് വിളിക്കേ. ഓ സുഭാഷേട്ട, എന്തിനാടി നീ അയാളെയൊക്കെ വിളിക്കുന്നേ എന്ന് ചോദിക്കും. അന്നേരം ഒരുപാട് കരഞ്ഞിട്ട്, സുഭാഷേട്ടാ ഒന്ന് ഓടി വാ സുഭാഷേട്ടാ, എന്നെ രക്ഷിക്ക് സുഭാഷേട്ടാ എന്നൊക്കെ പറയുമ്പോഴേക്കും സുഭാഷ് അച്ഛൻ ബഹളമൊക്കെ കേട്ടിട്ട് എണീക്കുന്നുണ്ട്. എന്നിട്ട് ഹരീഷിനെയും നികേഷിനെയൊക്കെ വിളിച്ചിട്ട് വരികയാണ് കേട്ടോ. അന്നേരം വാതില് മുട്ടിയിട്ട് പറയും, നിധി എന്താ മോളെ, എന്തിനാ ഇങ്ങനെ കരയുന്നേ എന്ന് ചോദിക്കും. അന്നേരം സുധീഷ് പറയും, ഓ ഇയാളെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് നിധിയോട് പറയും, ഷ് എന്ന്. എന്താ മോളെ, എന്ത് പറ്റിയെന്ന് പറ എന്ന് പറയുമ്പോഴേക്കും നിധി കരഞ്ഞിട്ട് പറയും, സുഭാഷേട്ടാ, സുധീഷ് റൂമിൽ വന്ന കഥക് കുറ്റിയിട്ടിരിക്കുക, എനിക്ക് പേടിയാവുന്ന സുഭാഷേട്ടാ, എന്നെ ഒന്ന് രക്ഷിക്കുക എന്ന് പറയുമ്പോൾ, എടാ സുധീഷേ, നീ വാതിൽ തുറക്കുക എന്ന് പറയുമ്പോൾ, താൻ പോടൂ, ഞാനേ വാതിൽ തുറക്കൂല, നിങ്ങളെ കാര്യം ചെയ്തോ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാന്ന് പറയാം. അപ്പോഴേക്കും ഹരീഷും എല്ലാരും കൂടി മുട്ടിയിട്ട് വാതിൽ തുറക്കടൂ, സുധീഷേട്ടാ വാതിലിറക്കുന്ന നികേഷിന്റെ വകയും. അന്നേരം ഉള്ളിൽ നിന്ന് എന്ന് പറയാൻ കേട്ടോ നമ്മുടെ സുധീഷ്. എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട്, എന്റെ പൊന്നു നിധി, നീ എന്തിനാ ഈ സുഭാഷേട്ടനെ വിളിക്കുന്നത്? ഒരു ന്യായം പറയാൻ ന്യായാധിപൻ വന്നിരിക്കുന്നു, നിങ്ങളൊന്നിങ്ങ് മാറിക്കേന്ന് പറയുമ്പോൾ, ഇവിടെ നിന്ന് മാറുന്ന പ്രശ്നമില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നിധി സുധീഷിനെ പിടിച്ച് അങ്ങ് തള്ളി കട്ടിലേക്ക് ഇടാണ്. അന്നേരം സുധീഷ് ആണെങ്കിൽ കട്ടിലിൽ കിടന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, നിധി നിനക്ക് എൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റണില്ല കേട്ടോ എന്ന്. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് നിധിയോട് ചോദിക്കുക, എന്താ പ്രശ്നം എന്ന്. സുധീഷ് ഈ റൂമിലേക്ക് വന്ന് എൻ്റെ കൂടെ കട്ടിലിൽ കിടന്നു സുഭാഷ് ഏട്ടാ എന്ന് പറയുമ്പോഴേക്കും, നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ സുധീഷിന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. അന്നേരം സുധീഷ് പറയും, നിങ്ങളൊക്കെ കൂടി ന്യായം ചോദിക്കാൻ വന്നത്, അവളെ എൻ്റെ ഭാര്യയാണ്, ഞാൻ അവളുടെ കൂടെ കട്ടിലിൽ കിടന്നെന്ന് വിചാരിച്ച് ലോകത്തിന് എന്താ ഇത്ര പ്രശ്നം? അല്ല നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം? അവളെ ഞാനാ കൂട്ടിക്കൊണ്ടു വന്നേ, ഞാൻ കെട്ടിയ താലിയാണ് അവളുടെ കഴുത്തില്ലേ, അപ്പൊ ഞാനല്ലേ അവളുടെ കൂടെ കിടക്കണ്ടേ? അല്ലെങ്കിൽ തന്നെ ഞാൻ അവളെ എന്ത് കാണിച്ചിട്ട് അവളിങ്ങനെ സുഭാഷേട്ടാ സുഭാഷേട്ടാ എന്ന് വിളിച്ചിട്ട് അറിയുന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരടി കൊടുക്കൂട്ടോ നമ്മുടെ സുധീഷിന്റെ അടുത്ത്. വീണ്ടും പറയും, ഞാൻ ഇങ്ങോട്ട് വന്നു, അവളുടെ ഒപ്പം കട്ടിലിൽ കിടന്നു,
എന്നെ കണ്ടതും അവൾ സുഭാഷേട്ടാ ഓടിവാ സുഭാഷേട്ടാ എന്ന് പറയലും നിങ്ങൾ കുറേ ആൾക്കാരിങ്ങ് ഓടി വന്ന് അവളെ രക്ഷിക്കാൻ വരലും എന്താ അപ്പം അതിൻ്റെയൊക്കെ ആവശ്യം? ഞാൻ അവളുടെ ഭർത്താവല്ലേ എന്ന് ചോദിക്കലും വീണ്ടും അടിക്കാണ് കേട്ടോ. സുഭാഷേട്ടാ നിങ്ങൾ എന്തിനാ എന്നെ അടിച്ചേ? ഞാൻ മറ്റൊരാളുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ ഭാര്യയുടെ കട്ടിലല്ല കിടന്നത്. ഇത് എന്റെ തന്നെ വീടാണല്ലോ. ഞാൻ എന്റെ ഭാര്യയുടെ കട്ടിലല്ലേ കിടന്നത്. അതിലിപ്പോ എന്താ ഇത്ര തെറ്റ്? സുഭാഷേട്ടാ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. എല്ലാരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ കിടത്തേണ്ടതിന് പകരം അവള് വിളിച്ചപ്പോ എന്നെ അടിക്കാൻ വന്നതാണോ നിങ്ങളൊക്കെ എന്നും പറഞ്ഞ ആർത്ത് കരയുന്നൊക്കെ ഉണ്ട്. എന്റെ പൊന്നെ നീ എന്തിനാടി എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ കിടക്കത്തുള്ളൂ. ഇവിടുന്ന് എണീറ്റ് പോണ പ്രശ്നമില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഹരീഷിനെ അങ്ങ് ദേഷ്യം പിടിക്കുക. എടോ ഇവിടെ വാടോ ഇങ്ങോട്ട് വാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുഭാഷിനെ അടിക്കാൻ വേണ്ടിയിട്ട് സുധീഷ് ഓങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷ് പറയും എടാ കൈ താഴ്ത്താനാ പറഞ്ഞേ. കൈ താഴ്ത്തുക എന്ന് പറയുമ്പോൾ സുധീഷ് കൈ താഴ്ത്തും. കോളറി പിടിച്ചങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ ഹരീഷ് മറ്റൊരു റൂമിലേക്ക് കിടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹരീഷാണെങ്കിൽ സുധീഷിനെ മറ്റൊരു റൂമിൽ കൊണ്ടുപോയി കിടത്തുന്ന സമയത്ത് നമ്മുടെ സുധീഷ് ചോദിക്കും ഭാര്യയുടെ കൂടെ ഭർത്താവ് കിടക്കുന്നത് ഇത്ര വലിയ തെറ്റാണോടാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഹരീഷ് പറയും നിങ്ങൾക്ക് എന്താടോ പ്രാന്താണോന്ന്? ഇനി അവരുടെ അടുത്ത് പോയാൽ ഒന്ന് കളയും പറഞ്ഞേക്കാ എന്ന് പറയുമ്പോൾ വീണ്ടും എണീറ്റ് പോവാൻ എനിക്ക് നിധിയുടെ അടുത്ത് പോകണം. ഞാൻ അവിടെയാ കിടക്കണ്ടേ, ഞാൻ ഭർത്താവാ എന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം നമ്മുടെ ഹരീഷ് പറയും തന്നോട് ഇവിടെ കിടക്കാനില്ലടോ പറഞ്ഞേ. ഇനി താൻ കാരണം അവരിവിടുന്ന് ഇറങ്ങിപ്പോവാനോ? അവൾ എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ വീട്ടിലല്ലേ അവൾ കിടക്കണ്ടേ? അവൾ ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ എന്നാൽ എന്ന് പറഞ്ഞങ്ങ് പോകുന്ന നേരത്തെ വീണ്ടും ഹരീഷ് പിടിച്ച് ബെഡിലേക്ക് തള്ളിയിടുകയാണേ. എടാ അവളോട് എനിക്ക് ലവാടാ, അവൾ എൻ്റെ ഭാര്യയാണ് നിധി, ഐ ലവ് യു എന്നൊക്കെ പറയാൻ കേട്ടോ കിടക്കുന്ന നേരം. അപ്പോൾ നമ്മുടെ സുഭാഷിനോട് നിധി പറയുന്നുണ്ട് സുഭാഷേട്ടാ ഇത് നമ്മുടെ വീടല്ലേ, ഇങ്ങനെയൊന്നും സുധീഷ് ചെയ്യുന്ന ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. അത് കാണുമ്പോൾ നമ്മുടെ സുഭാഷ് പറയും കരയണ്ട മോളെ എന്നും പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇത് കുടിക്കുക എന്ന് പറയുമ്പോൾ കുടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും അവൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അവൻ ചെയ്ത തെറ്റിന് ഞങ്ങൾ സോറി പറയുന്നു. മോളെ ഈ കഥ കുറ്റിയിട്ട് കിടന്നോ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ പുറത്ത് തന്നെ ഉണ്ട് എന്ന് പറയും. അന്നേരം നിധി വേഗം വന്നിട്ട് കഥ അടച്ച് കിടക്കല്ല അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ. പിന്നീട് സുഭാഷും കൂടെ സുധീഷ് കിടക്കുന്ന ആ റൂമിലേക്ക് വരുമ്പോൾ വീണ്ടും എണീറ്റ് ഓടാൻ വേണ്ടിയിട്ട് നോക്കാൻ കേട്ടോ നമ്മുടെ സുധീഷ്. സുഭാഷ് ഏട്ടാ എല്ലാവരും കൂടി എന്തിനാ ഈ റൂമിലിട്ട് പൂട്ടുന്നത്? ഞാൻ അവളുടെ റൂമിലല്ലേ കിടക്കേണ്ടത്, അതല്ലേ എൻ്റെ റൂം. എൻ്റെ ഭാര്യ കിടക്കുന്ന കട്ടിലിൽ വേണം എനിക്ക് കിടക്കാൻ. അതെ നിങ്ങളെല്ലാവരും കൂടി പൂട്ടിയിടുന്നത് ക്രിമിനൽ കുറ്റാണ് കേട്ടോ. ഞാനൊരു കേസ് കൊടുത്താലേ നിങ്ങളൊക്കെ കുടുങ്ങും. എന്നെ വീട് സുഭാഷ് ഏട്ടാ, എനിക്ക് അവളുടെ അടുത്ത് പോകണമെന്ന് പറയുമ്പോൾ വീണ്ടും ഹരീഷ് കിടന്നോണം അവിടെ എന്നും പറഞ്ഞ് അവിടെ കിടത്താണ് കേട്ടോ. അപ്പോഴും എൻ്റെ തങ്കമ്മേ, എൻ്റെ പൊന്നേ നിധി, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കുന്നത് വീണ്ടും. നേരെ സുഭാഷ് പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫാനുള്ള അകത്തേക്ക് കിടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ നിധി കഥകൊന്നും തുറക്കുന്നില്ല കേട്ടോ. അന്നേരം നമ്മുടെ സുഭാഷ് പോയിട്ട് നിധി മോളെ എന്തെടുക്കാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും ഹരീഷ് വരുന്നുണ്ട്. അടുത്ത് എണീറ്റില്ലേ എന്ന് ചോദിച്ചിട്ട്. എണീറ്റു രാവിലെ ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പം കഥ കടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അടുത്ത് ഇങ്ങനെയൊന്നും ചെയ്യാത്തല്ലേ എന്ന് ചോദിക്കും. എന്നത്തെയും പോലെയാണോ ഇന്നലെ എന്ന് ചോദിക്കട്ടെ സുഭാഷ്. അപ്പോഴേക്കും നികേഷ് വരുന്നുണ്ട്. നികേഷിനോട് സുഭാഷ് ചോദിക്കുന്നുണ്ട് ഇന്ന് നിനക്ക് കോളേജില്ലേ? ഉണ്ടേട്ടാ, ഏട്ടത്തി എണീറ്റില്ലേ എന്ന് ചോദിക്കാൻ. നീ അതൊന്നും നോക്കണ്ട, നീ പോയി കുളിച്ചു വാ എന്ന് പറയുന്നു. അങ്ങനെ നികേഷ് കുളിച്ചിറങ്ങുമ്പോഴേക്കും നിധിയും മാറ്റി വരികയാണ് കേട്ടോ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്നാണല്ലോ, നേരെ ആയിട്ടില്ലല്ലോ എന്ന് സുഭാഷ് പറയുമ്പോൾ ഇന്ന് നേരത്തെ പോവാം എന്ന് വിചാരിച്ചു ഏട്ടാ, എന്നാൽ ഇരിക്ക്, ഞാൻ ദോശ ചുട്ടിട്ട് തരാമെന്ന് പറയും. വേണ്ട എനിക്ക് വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന നേരത്തെ നമ്മുടെ നികേഷ് ചോദിക്കും ഞാനെന്നാൽ കോളേജിൽ പോകാൻ റെഡി ആയിട്ട് വരെ എടുത്തി. വേണ്ട നികേഷേ, എനിക്ക് കോളേജിൽ പോകാനുള്ള സമയമായിട്ടില്ലല്ലോ, എനിക്കൊന്ന് നേരത്തെ പോകണമെന്ന് വെച്ചിട്ടാ എന്ന് പറഞ്ഞ് നമ്മുടെ നിധി അങ്ങ് ഇറങ്ങി പോകുന്നത് വരെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.